ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? അപ്പോൾ അസമിലെ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ്. ഏത്? അത് കാസിരംഗ നാഷണൽ പാർക്കാണ്. ഇനി മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഉണ്ട് കേട്ടോ. മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് ഒറാങ് നാഷണൽ പാർക്കാണ്. അതും എവിടെ തന്നെയാണ്? ആസാമിൽ തന്നെയാണ്. അപ്പം അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമെന്ന് ചോദിച്ചാൽ അത് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. ഇനി കാട്ടുകുതിരയുണ്ട് കേട്ടോ. കാട്ടുകഴുതയല്ല, കാട്ടുകുതിരയുണ്ട്. കാട്ടുകുതിരയ്ക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക് ചോദിച്ചാൽ അത് ദിബ്രു സൈക്കോവയാണ്. ഏതാണ്? ദിബ്രു സൈക്കോവയാണ് എന്തിന് പ്രസിദ്ധം? കാട്ടുകുതിരയ്ക്ക് പ്രസിദ്ധമായതാണ് ഏത്? ദിബ്രു സൈക്കോവ. അതുപോലെ തന്നെ സിംഹമുണ്ടല്ലോ, സിംഹത്തിന് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് ഗിർ നാഷണൽ പാർക്ക് കേട്ടോ. ഗിർ എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. ഗിർ എവിടെയാണ്? ഗുജറാത്തിലാണ് ഗിർ. ഇന്ത്യയിൽ സ്വാഭാവികമായി ഏഷ്യൻ സിംഹങ്ങളെ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഗിർ നാഷണൽ പാർക്ക്. ഇനി അതുപോലെ തന്നെ വെള്ളക്കടുവകൾ ഓക്കെയാണേ. അപ്പോൾ ഈ വെള്ളക്കടുവയ്ക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക്, അപ്പം അത് ഏത് എന്ന് ചോദിച്ചാൽ അത് നന്ദൻകാനൻ നാഷണൽ പാർക്കാണ് കേട്ടോ. ഏതാണ്? നന്ദൻകാനൻ നാഷണൽ പാർക്ക്. അത് ഒഡീഷയിലാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്, ഒഡീഷ. അതുപോലെ തന്നെ ഹിമപ്പുലിയുണ്ട്. ഹിമപ്പുലിക്ക് പ്രസിദ്ധമായ അല്ലെങ്കിൽ ഹിമപ്പുലികളെ സംരക്ഷിക്കുന്ന നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? അത് ഹേമിസ് നാഷണൽ പാർക്കാണ് കേട്ടോ. ഹേമിസ് നാഷണൽ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ്. ഏത്? ഹേമിസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറയുന്ന ചുവന്ന പാണ്ടകൾ. ഓക്കെ, ചുവന്ന പാണ്ടകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? അത് നോക്രക് നാഷണൽ പാർക്കാണ് കേട്ടോ. ഏതാണ്? നോക്രക് നാഷണൽ പാർക്കാണ് ചുവന്ന പാണ്ടകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക്. അതുപോലെ തന്നെ നമ്മൾ നമീബിയയിൽ നിന്നും കൊണ്ടുവന്ന ചീറ്റകളുണ്ടല്ലോ, ചീറ്റപ്പുലികൾ. ആ ചീറ്റപ്പുലികൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? അത് കുനോ നാഷണൽ പാർക്കാണ്. കുനോ. ഇതിൽ നോക്രക് എവിടെയെന്ന് ചോദിച്ചാൽ അത് മേഘാലയയിലാണ് കേട്ടോ. നോക്രക് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് മേഘാലയയിലാണ്. ഇത് നോക്രക്. എന്നാൽ കുനോ നാഷണൽ പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ് കേട്ടോ. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ കുനോ നാഷണൽ പാർക്ക് എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം. അതുപോലെ തന്നെ സാങ്ഹായ് മാൻ എന്ന് കേട്ടിട്ടുണ്ട്. സാങ്ഹായ് മാൻ ഇതിനെയാണ് ഡാൻസിങ് ഡീർ എന്നൊക്കെ വിളിക്കും കേട്ടോ. എന്താണെന്ന് വിളിക്കും? ഡാൻസിങ് ഡീർ. ഇവയെ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? അത് കെയ്ബുൾ ലെംജാവോ ആണ്. ഏതാണ്? കെയ്ബുൾ ലെംജാവോ ആണ്. ഇത് സാങ്ഹായ് മാനിനെ കാണപ്പെടുന്ന നാഷണൽ പാർക്ക്. ഇനി കാശ്മീരി മാനുകളുണ്ട് കേട്ടോ. കാശ്മീരി മാനിന് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് ഏത്? അത് ഡച്ചിങ്ഹാം നാഷണൽ പാർക്കാണ് കേട്ടോ. ഇതാണ് ഡച്ചിങ്ഹാം നാഷണൽ പാർക്കാണ് എന്തിന് പ്രസിദ്ധം? അത് കാശ്മീരി മാനുകൾക്ക് പ്രസിദ്ധമാണ്. അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഏത്? ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട മൃഗങ്ങളുമായി ബന്ധപ്പെട്ട നാഷണൽ പാർക്കുകൾ ഇതാണ് കേട്ടോ. അതുപോലെ വേറൊന്നുണ്ട്, റോയൽ ബംഗാൾ ടൈഗർ കൂടെ പഠിക്കണം. റോയൽ ബംഗാൾ ടൈഗർ അതിന് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് സുന്ദർബൻസ് നാഷണൽ പാർക്ക് കേട്ടോ. ഇതാണ് സുന്ദർബൻസ് നാഷണൽ പാർക്കാണ് റോയൽ ബംഗാൾ ടൈഗറിന് പ്രസിദ്ധമായ നാഷണൽ പാർക്ക്. അതുപോലെ ഒലീവ് റെഡ്ഡി കടലാമകളുണ്ട് കേട്ടോ. ഒലീവ് റെഡ്ഡി കടലാമകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിക്കും. ഒലീവ് റെഡ്ഡി കടലാമകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് ഫീദാർ കണിക നാഷണൽ പാർക്ക് കേട്ടോ. ഏതാണ്? ഫീദാർ കണിക നാഷണൽ പാർക്ക്. അതെവിടെയെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ്. എവിടെയാണ്? ഒഡീഷയിൽ. അപ്പോൾ നമ്മുടെ സാധാരണ ഇത്രയുമായിരിക്കും എന്നാണ് നമ്മളൊരു പ്രിലിംസ് പരീക്ഷയ്ക്ക് എന്താണ് പ്രധാനപ്പെട്ട മൃഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് എന്ത്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ചോദിച്ചാൽ ഏതാണ്? അത് കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് കേട്ടോ. ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. അപ്പോൾ ഈ കാഞ്ചൻജംഗ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തെന്ന് ചോദിച്ചാൽ സിക്കിമിലാണ് കേട്ടോ. സിക്കിമും നേപ്പാളുമായിട്ടാണ് ഇത് കാഞ്ചൻജംഗ നാഷണൽ പാർക്ക് അതിർത്തി പങ്കിടുന്നത്. പൂർണ്ണമായും ഇന്ത്യയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കൊടുമുടി. പൂർണ്ണമായും
ഇന്ത്യയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, അല്ലെങ്കിൽ തർക്കരഹിത ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഓക്കെ, ആരാണ് ഉത്തരം? അതാണ് കാഞ്ചൻജംഗ കേട്ടോ. അതിൻ്റെ ഉത്തരം ചോദിച്ചാൽ ഏതാണ്? അത് കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ കൊടുമുടിയുടെ ഉയരം ചോദിച്ചാൽ അത് 86 മീറ്ററാണ് കേട്ടോ. 8586 മീറ്ററാണ് ഇത് കാഞ്ചൻജംഗ കൊടുമുടിയുടെ ഉയരം. ഈ കാഞ്ചൻജംഗ കൊടുമുടി കയറുന്ന പർവ്വതാരോഹകരോട് ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന് പറയും. ഓക്കെ, അപ്പം പർവ്വതാരോഹകർ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന് അഭിപ്രായപ്പെടുന്നത് ഏതാണ്? അത് കാഞ്ചൻജംഗ കയറുമ്പോഴാണ് കേട്ടോ. കാഞ്ചൻജംഗ കയറുമ്പോൾ. ഇനി മനാസ് ദേശീയോദ്യാനം. മനാസ് ദേശീയോദ്യാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആസാമിലാണ് ഇത് മനാസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യക്കും ഭൂട്ടാനും അതിർത്തിയിൽ, അതായത് നമ്മുടെ ഇന്ത്യ അതുപോലെ ഭൂട്ടാൻ ഈ അതിർത്തിയിലായി സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് ഏത്? അത് മനാസ് നാഷണൽ പാർക്കാണ് കേട്ടോ. ഇന്ത്യക്കും ഭൂട്ടാനും ഇടയിൽ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് അത് മനാസ് നാഷണൽ പാർക്ക്. ഇനി ഡച്ചിങ്ഹാം നാഷണൽ പാർക്കുണ്ട്. ഈ ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഡച്ചിങ്ഹാം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കുറച്ചു മുമ്പേ ഡച്ചിങ്ഹാം നാഷണൽ പാർക്കുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു. ഇനി മറ്റൊന്നാണ് ജൽദപ്പാറ ദേശീയോദ്യാനം. ഇത് സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലാണ്. ഇത് ജൽദപ്പാറ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാൾ. അപ്പോൾ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ ചോദിക്കാം. ഇനി ജൽദപ്പാറ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കാം. അതേതാണ്? അത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. വെസ്റ്റ് ബംഗാൾ. അപ്പോൾ നമുക്ക് കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? അപ്പം ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഏത്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. അപ്പം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് വിളിക്കുന്നത്. ഇത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനത്താണ് ഇത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യകാല നാമമാണ് ഇത് ഹെയ്ലി നാഷണൽ പാർക്ക്. അപ്പം ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യകാല നാമമാണ് ഇത് ഹെയ്ലി നാഷണൽ പാർക്ക്. അപ്പം ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഉത്തരം ഏതാണ്? അത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് കേട്ടോ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇനി ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ജില്ലയിലാണ് ഇത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യകാല നാമം ഞാൻ പറഞ്ഞു ഹെയ്ലി എന്ന് പറഞ്ഞു. ഈ പറയുന്ന നാഷണൽ പാർക്കിന് സമീപത്ത് കൂടി ഒഴുകുന്ന നദിയാണ് രാംഗംഗ. അതുകൊണ്ട് തന്നെ ഈ നാഷണൽ പാർക്കിനെ രാംഗംഗ നാഷണൽ പാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സംരക്ഷിത മൃഗം ചോദിച്ചാൽ ഏതാണ്? അത് കടുവയാണ് കേട്ടോ. സംരക്ഷിത മൃഗം ചോദിച്ചാൽ ഏതാണ്? അത് കടുവയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത്. 1936 ഈ നാഷണൽ പാർക്ക് സ്ഥാപിതമായി. ഓക്കെ, ആ സമയത്താണ് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നറിയപ്പെട്ടത്. പിന്നീട് 1957 പേരെന്ത് ജിം കോർബറ്റ് എന്ന് പുനർനാമകരണം ചെയ്തത്. കുമയൂണിലെ നരഭോജികൾ. ഓക്കെ, കുമയൂണിലെ നരഭോജികൾ എന്ന കൃതി രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജിം കോർബറ്റ് ആണ്. ഇത് കുമയൂണിലെ നരഭോജികൾ എന്ന കൃതി രചിച്ചത്. ഇനി നമ്മൾ സിംഹത്തിൻ്റെ കേസ് നേരത്തെ പറഞ്ഞു. വരയാടുകളെ കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക് അല്ലേ. ഇരവികുളം നാഷണൽ പാർക്കാണ് വരയാടുകളെ കാണപ്പെടുന്ന നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ഏത്? ഇരവികുളം. കേരളത്തിലെ ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ് ഇത് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ആരെയെന്ന് ചോദിച്ചാൽ ആരെയാണ്? അത് ഇരവികുളത്തെയാണ്. കേരളത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഇരവികുളമാണ്. കേരളത്തിൻ്റെ എന്തെന്നറിയപ്പെടുന്നത്? മേൽക്കൂര എന്ന് ആരെ അറിയപ്പെടുന്നു? ഇരവികുളത്തെ അറിയപ്പെടുന്നു. ഇനി വരയാട് ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് എന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ഏത്? വരയാട്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി താർ ഹൈലോക്രിയാസ്. നീലഗിരി താർ ഹൈലോക്രിയാസ്. അപ്പം നീലഗിരി താർ ഹൈലോക്രിയാസ് അല്ലെങ്കിൽ ഹെമിട്രാഗസ് ഹൈലോക്രിയാസ് ഏതിൻ്റെ ശാസ്ത്രീയ നാമമാണ്? അത് വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് കേട്ടോ. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം. ഇനി ഇവിടെ ഓപ്ഷനുള്ള ബന്ദിപ്പൂർ ഉണ്ടല്ലോ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് അതെവിടെയെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണ്. ഇത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഇനി കൻഹ നാഷണൽ പാർക്കുണ്ട്. കൻഹ നാഷണൽ പാർക്ക് എവിടെയെന്ന് വെച്ചാൽ അത് മധ്യപ്രദേശിലാണ്. ഇത് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ കൻഹ നാഷണൽ പാർക്കിൻ്റെ ഇതിവൃത്തത്തിലാണ് ജംഗിൾ ബുക്ക് രചിച്ചിരിക്കുന്നത്. അപ്പം ജംഗിൾ ബുക്ക് എന്ന കൃതി രചിച്ചത് ആരെന്ന് വെച്ചാൽ ആരാണ്? അത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. ആരാണ്?
റുഡ്യാർഡ് കിപ്ലിംഗ് ആണെന്ത് ജംഗിൾ ബുക്ക് എന്ന കൃതി രചിച്ചത്. ആ ജംഗിൾ ബുക്കിന് ഇതിവൃത്തമായിരിക്കുന്ന നാഷണൽ പാർക്ക് ചോദിച്ചാൽ ഏതാണ്? കൻഹ നാഷണൽ പാർക്ക്. ഈ കൻഹ നാഷണൽ പാർക്കിൻ്റെ സമീപത്ത് കൂടി ഒഴുകുന്ന നദിയാണ് ബെഞ്ചാറ് കേട്ടോ, ബെഞ്ചാറ്. ഈ ബെഞ്ചാറ് എന്നത് നർമ്മദയുടെ പോഷക നദിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ബെഞ്ചാറെന്നോ അല്ലെങ്കിൽ നർമ്മദ എന്നോ പറഞ്ഞ് സെപ്പറേറ്റ് ആണ് ഓപ്ഷൻ വരുന്നതെങ്കിൽ കൃത്യമായിട്ട് ഉത്തരം എഴുതിക്കോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനാണ് വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാടാണ് ഉത്തരം. അപ്പോൾ വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് തമിഴ്നാടാണ്. അപ്പം PSC ചോദിച്ചിട്ടുണ്ട് പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം. പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം അതെവിടെയെന്ന് ചോദിച്ചാൽ അതും ഇവിടെ തന്നെയാണ്, തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് പക്ഷി സങ്കേതമാണ്. ഒന്ന് ഏത്? വേടന്തങ്കൽ പക്ഷി സങ്കേതവും, രണ്ട് പോയിന്റ് കാലിമർ പക്ഷി സങ്കേതവും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളാണ് ഏത്? അത് കുമരകം പക്ഷി സങ്കേതം ഉണ്ടല്ലേ, കുമരകം പക്ഷി സങ്കേതം. ഇനി അതുപോലെ തന്നെ എന്താണ്? ചൂളന്നൂർ പക്ഷി സങ്കേതമുണ്ട്, ചൂളന്നൂര്. അതുപോലെ മംഗളവനമുണ്ട്, മംഗളവനം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇതെല്ലാം ഇവിടുത്തെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളാണ്, നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതങ്ങളാണ് കേട്ടോ. ഇനി നമ്മുടെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട ഒരു പക്ഷി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ അത് നവാബ് ഗഞ്ച്. ഓക്കെ, ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ടതാണ് ഇത് നവാബ് ഗഞ്ച് പക്ഷി സങ്കേതം. നവാബ് ഗഞ്ച് പക്ഷി സങ്കേതം എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? അത് ഈ പറയുന്ന ഉത്തർപ്രദേശിലാണ്. അപ്പം കർണാടക ഓപ്ഷൻ ഉണ്ട് അല്ലേ. കർണാടകയിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതമാണ് രംഗൻ തിട്ട്. ഏതാണ്? രംഗൻ തിട്ടാണ് ഇത് കർണാടകയിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതം. ഇനി ഇത് കൂടാണ്ട് പ്രധാനപ്പെട്ട മറ്റു കുറച്ച് പക്ഷി സങ്കേതങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ഖാന പക്ഷി സങ്കേതം അല്ലെങ്കിൽ ഭരത്പൂർ പക്ഷി സങ്കേതം കേട്ടോ. ഖാന പക്ഷി സങ്കേതം അല്ലെങ്കിൽ ഏതാണ്? ഭരത്പൂർ പക്ഷി സങ്കേതം. ഇത് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നൽസരോവർ പക്ഷി സങ്കേതം. നൽസരോവർ പക്ഷി സങ്കേതം. നൽസരോവർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. ഏത്? നൽസരോവർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഏത്? രംഗൻ തിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതുപോലെ റായ്ഗഞ്ച് ഉണ്ട്, റായ്ഗഞ്ചിന് പക്ഷി സങ്കേതമുണ്ട്, റായ്ഗഞ്ച്. ഇത് വെസ്റ്റ് ബംഗാളിലാണ്. ഏത്? റായ്ഗഞ്ച് കേട്ടാ. ഇപ്പം നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? വീട് PSC ചോദിച്ചേക്കാണ് പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം അല്ലേ. അപ്പം പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? നമ്മളിത് ഓൾറെഡി പഠിച്ചു. എവിടെ? തമിഴ്നാട്ടിലാണ്. ഏത്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം. അപ്പോൾ നമ്മൾ നേരത്തെ ഗുജറാത്തിൻ്റെ കേസ് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടുള്ള പക്ഷി സങ്കേതങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത